വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അശ്വനി. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫെയർവെൽ പാർട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നടത്തിയ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോയും പിന്നെ എൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. ഇറ്റ് മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുന്നേ. അപ്പം നമുക്ക് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ എൻ്റെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോന്നിയിലുള്ള പാരഡൈസ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. എൻ്റെ മൈൻഡിലുള്ള ബ്ലൗസ് പീസ് ഏതാണെന്ന് വെച്ചാൽ ബ്ലാക്കിൻ്റെ അത് ഗ്ലിറ്റർ എഫക്റ്റ് വരുന്ന ഒരു ബ്ലൗസ് പീസ് എടുക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അങ്ങനെ അതൊക്കെ ഞാൻ പോയി ഒരുപാട് തപ്പി, പക്ഷേ കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നെറ്റിൻ്റെ അകത്ത് കുറച്ച് ഗ്ലിറ്റർ എഫക്റ്റ് വരുന്ന സംഭവം നോക്കി നമ്മളങ്ങ് എടുത്ത്, അങ്ങനെ അതൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ലൈനിങ്ങും അങ്ങ് എടുത്ത്. പറഞ്ഞേ ഇപ്പൊ എൻ്റെ അമ്മ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എനിക്ക് 1 മീറ്റർ തുണിയുടെ ആവശ്യമൊന്നുമില്ല, വെറും 80 സെന്റിമീറ്ററിന്റെ ആവശ്യമുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിപ്പോയി. അങ്ങനെ പീസും വാങ്ങിച്ച് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. പിന്നെ കുറച്ച് നൂലും കൂടെ വാങ്ങിച്ചു മെറ്റീരിയൽ തയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാം വാങ്ങിച്ച് വീട്ടിലൊക്കെ കറക്റ്റ് ടൈമിൽ വന്നെങ്കിലും എനിക്ക് ബ്ലൗസ് അമ്മ തയ്ച്ചു തരുന്നത് ഈ പാർട്ടിയുടെ തലേദിവസമാണ് തയ്ച്ചു തരുന്നതെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. കാരണം കറക്റ്റ് ടൈമിൽ അമ്മ തയ്ച്ചു തരുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ്. അതേപോലെ തന്നെ അമ്മ എനിക്ക് തയ്ച്ചു തരുകയും ചെയ്ത്. പിന്നെ ഉള്ള സമയത്തിന് ഞാൻ എൻ്റെ സാരിയൊക്കെ ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചു, കാരണം രാവിലെ ഉടുത്തോണ്ട് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ സാരിയും ബ്ലൗസും ഒക്കെ വരുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് സെറ്റായി. പിന്നെ ആദ്യം തന്നെ ഞാൻ കമ്മലാണ് എടുത്തിട്ട്, കാരണം എന്നും ഇട്ടുകൊണ്ട് പോകാൻ മറന്നു പോകുന്നൊരു സാധനമാണ് കമ്മൽ. ഇന്നത്തെ ദിവസം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ കമ്മലെടുത്ത് അങ്ങ് ഇട്ടു. ഇനി നമുക്ക് ശരിക്കൊന്നും ഒരുങ്ങാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലാക്മേയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ടിൻറ്റഡ് ആണ്. പിന്നെ എൻ്റെ ഐബ്രോസ് ഒക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണെഴുതാൻ എനിക്കിത് നോക്കി അറിയാത്തതുകൊണ്ട് ഞാൻ പോയി സെപ്പറേറ്റ് എഴുതുന്നുണ്ട്. ഞാനിവിടെ ഐഷാഡോ പാലറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ ഐഷാഡോ പാലറ്റാണ്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ലാക്മേയുടെ സീഷെൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്നതാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് മുഖമൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ് മാൾസിൻ്റെ കുച്ചിപ്പുടി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഇത്. ഞാൻ കുറേ നാളും കൊണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഫേസിലെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പോയി മുടിയൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കിയായിരുന്നു. അതിനുശേഷം ഞാൻ വാച്ചും വളയൊക്കെ ഇട്ട് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ കോളേജിലോട്ട് പോവാണ് ഫെയർവെൽ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.